ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അരുണിനെയും അശ്വതിയും കൂടി മുറിയിൽ പൂട്ടിയിട്ടിരിക്കുകയാണ് ഐശ്വര്യ. അത് മാത്രമല്ല, നാട്ടുകാർ മുഴുവനും വിളിച്ചു കൂട്ടുന്നു. ആ സമയത്താണ് ശ്യാം അവിടേക്ക് വരുന്നത്. ആഹാ, നീ ഇവിടെ വന്നോ, തെളിവിന് ആരെങ്കിലും വേണ്ടേ എന്ന് ഐശ്വര്യ പറയുന്നുണ്ട്. ആ സമയം നാട്ടുകാരെല്ലാവരും അവിടേക്ക് ഓടിക്കൂടി. എന്താണ് കാര്യമെന്ന് അവർ ചോദിച്ചപ്പോൾ ഐശ്വര്യ പറയുന്നു, ഇവളുടെ കള്ളക്കാമുകനെ പിടിച്ചിട്ടുണ്ട് എന്ന്. എന്നാൽ ശ്യാമ എങ്ങനെയെങ്കിലും ഐശ്വര്യയെ പിടിച്ച് ഇതിനെ ഒരുക്കി തീർക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഐശ്വര്യ വിടുന്നില്ല. നീ ഒന്ന് മിണ്ടരുത്, നീയാണ് ഇതിനെല്ലാം ഒത്താശ ചെയ്തുകൊണ്ടിരുന്നത്. അശ്വതിയുടെ കള്ളക്കാമുകനെ പൂട്ടിയിട്ട് വെച്ചിരിക്കുകയാണ്, അതും ബെഡ്റൂമിൽ. ശ്യാമ തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഐശ്വര്യ ഇതിനൊന്നും കൂട്ടാക്കാതെ എല്ലാവരെയും ഈ കാര്യം അറിയിക്കാൻ ശ്രമിക്കുന്നു. ഈ സമയം അരുണാണെങ്കിൽ ഒരുപാട് തവണ ഡോറിന് മുട്ടുന്നുണ്ട്. നിന്നോടാണ് പറഞ്ഞത് ഡോറ് തുറക്കാൻ എന്നൊക്കെ. അരുൺ, ഇനിയിപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്ന് അശ്വതി ചോദിക്കുന്നുണ്ട്. ഐശ്വര്യ അവിടേക്ക് വന്നിട്ട് പറയുന്നു, ദേ ഇതിനകത്തുണ്ട് എന്ന്. ബാക്കിയുള്ള ആളുകളും കൂടി അവിടേക്ക് ഓടിക്കൂടി. എന്താണ് പ്രശ്നം എന്ന് അവർ ചോദിച്ചപ്പോൾ ഐശ്വര്യ പറയുന്നു, കേട്ടില്ലേ അശ്വതിയുടെ കള്ളക്കാമുകൻ. ഞാൻ ബെഡ്റൂമിൽ വെച്ച് രണ്ടിനെയും കൈയോടെ പിടിച്ചു. ഞങ്ങൾ അയൽപക്കക്കാര് മാന്യമായിട്ട് ജീവിക്കുന്നവരാ, ഇവിടെ ഇത് പറ്റില്ലെന്ന് അതിൽ നിന്നും ഒരാൾ വിളിച്ച് പറയുന്നു. അങ്ങനെ പറ ചേട്ടാ എന്ന് ഐശ്വര്യ. എന്തായാലും കഥക് തുറക്കുമെന്ന് മറ്റൊരു സ്ത്രീയും പറയുന്നുണ്ട്. ടെൻഷനോടെ അകത്ത് നിൽക്കുകയാണ് അരുണും അശ്വതിയും. ആ കാഴ്ച കാണാൻ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. പുറത്ത് ഐശ്വര്യ ഡോറ് തുറക്കാൻ തുടങ്ങുകയാണ്. നെഞ്ചത്ത് കൈവച്ച് വളരെ ടെൻഷനോടെ ശ്യാമയും ഇത് കാണുന്നു. അങ്ങനെ ഐശ്വര്യ കഥക് തുറന്നപ്പോൾ അരുണിനെയും അശ്വതിയെയും കൈയോടെ പിടിക്കുന്നു. എല്ലാവരും ആ കാഴ്ച കാണുകയാണ്. എല്ലാവരുടെ മുന്നിലും നാണം കെട്ട് അരുണും അശ്വതിയും പുറത്തേക്ക് ഇറങ്ങി വന്നു. സന്തോഷത്തോടെ ഐശ്വര്യയും നിൽക്കുന്നു. അയൽപക്കക്കാരെല്ലാവരും പരസ്പരം ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നു. എല്ലാവരുടെയും മുന്നിലും നാണം കെട്ട് അവിടെ നിന്ന് പൊട്ടിക്കരയുകയാണ് അശ്വതി. കണ്ടോ, ഇതാണ് കാമുകൻ, അശ്വതിയുടെ കള്ളക്കാമുകൻ എന്ന് ഒന്നുകൂടി ഐശ്വര്യ വിളിച്ച് പറയുന്നു. മാന്യന്മാർ താമസിക്കുന്ന ഈ പ്രദേശത്ത് ഈ പട്ടാപ്പകൽ, അതും ബെഡ്റൂമിൽ, ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. നിങ്ങളൊക്കെ എന്ത് അയൽക്കാരാണ്? ഒടുവിൽ കണ്ടുപിടിക്കാൻ ഞാൻ തന്നെ വേണ്ടി വന്നു. നിങ്ങൾക്ക് പ്രായപൂർത്തിയായ പെൺമക്കളൊക്കെ ഉള്ളതല്ലേ? അവരും ഈ അശ്വതിയെ കണ്ടല്ലേ പഠിക്കുന്നത്. ഞാൻ ചെയ്യാനുള്ളത് ചെയ്തു. ഇനി ഇടപെടേണ്ടത് നിങ്ങൾ അയൽക്കാരാണ്. ഇവിടെ ഈ വീട്ടിൽ വാഴിക്കണോ, അത് നിങ്ങൾ തന്നെ തീരുമാനിക്കും എനിക്ക് ഐശ്വര്യ പറയുമ്പോൾ അവരുടെ മുന്നിൽ പൊട്ടിക്കരയുകയാണ് അശ്വതി. നിങ്ങൾ അയൽക്കാർക്ക് അഭിമാനമുണ്ടെങ്കിൽ ഇവിടെ ഈ നാട്ടിൽ തന്നെ അടിച്ച് ഓടിക്കണം. അതിലൊരാൾ പറയുന്നു, ഇവിടെ രാത്രിയും പകലും ഇവിടെ ആണുങ്ങളുടെ വരവും പോകും ഞങ്ങൾ ശ്രദ്ധിച്ചിരുന്നു, പക്ഷേ ഇത്രത്തോളം ആവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല. അമ്മ വീട്ടിലില്ലാത്തോണ്ട് എന്നെ തോന്നിവാസവും കാണിക്കാന്നാണോ എനിക്ക് ഓരോരുത്തരായി പറയുന്നു. ഇവിടെ ഈ അടുത്ത കാലത്ത് വന്ന് കൂടിയതാണ് ഇവൻ. അതിനു മുമ്പ് ഒരു SI ഉണ്ടായിരുന്നു. ഇറങ്ങടി ഇവിടുന്ന്, ഇവിടെ ഇതൊന്നും പറ്റില്ല എന്ന് മറ്റൊരു സ്ത്രീയും പറയുന്നു. അങ്ങനെ അശ്വതിയെ പിടിച്ച് പുറത്തേക്ക് തള്ളി ഇടുകയാണ് ആ സ്ത്രീ. ഞങ്ങൾക്ക് പെൺമക്കൾ ഉള്ളതാണ്, നിന്റെ അഴിഞ്ഞാട്ടം ഇവിടെ നടക്കില്ല എന്നും ആ സ്ത്രീ പറയുന്നു. നിങ്ങളൊന്ന് മാറി നിന്നേ എന്ന് പറഞ്ഞ് അരുൺ ആ സ്ത്രീയെ മാറ്റി നിർത്തിയിട്ട് പറയുന്നു, ദേ ഇവള് പറയുന്ന കേട്ട് ഞങ്ങൾ ഇവരുടെ സംശയിക്കാൻ നിൽക്കരുത്. ഇവനാണ് പ്രശ്നം, പോലീസിനെ വിളിക്കുക, ഇവനെ ഒന്ന് വെറുതെ വിടാൻ പാടില്ലെന്നും അയാൾ പറയുന്നു. എങ്ങനെ അരുണിനെ എല്ലാവരും പിടിച്ച് അവിടെ വെച്ചിരിക്കുകയാണ്. ശ്യാമ എല്ലാവരെയും തടയുന്നുണ്ടെങ്കിലും ആരും ശ്യാമയുടെ വാക്ക് കേൾക്കുന്നില്ല. ചേട്ടാ, എന്താ സംഭവിച്ചെന്ന് ഞാനൊന്ന് പറഞ്ഞോട്ടെ എന്നൊക്കെ അരുൺ പറയുന്നുണ്ട്. എന്ത് ചെയ്യണമെന്നറിയാതെ പൊട്ടിക്കരയുകയാണ് അശ്വതി. ഈ സമയം ഐശ്വര്യ മനസ്സിൽ വിചാരിക്കുന്നു, അരുൺ എന്നെ കുറെ വേദനിപ്പിച്ചതാണ്, അനുഭവിക്കട്ടെ. ഇതിനിടയിൽ കയറി ശ്യാമ പറയുന്നു, നിങ്ങളൊന്ന് പിടിവിട്ടേ എന്ന്. നീ ആരാ പറയാനെന്ന് അയാൾ ചോദിച്ചപ്പോൾ ശ്യാമ പറയുന്നു, സത്യം അറിയാതെ നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്. നീ എന്താ ഇവരുടെ ഏജന്റ് ആണോ എന്ന് അവർ ചോദിച്ചപ്പോൾ ശ്യാമ അവരോട് പറയുന്നു, ദേ സൂക്ഷിച്ച് സംസാരിക്കണം. പിന്നെയും അശ്വതി പൊട്ടിക്കരയുന്നത് ശ്യാമ കാണുന്നു. ഇത് ഇവളുടെ അടവാണ്, ആരും ഇവളുടെ കണ്ണുനീരിൽ വീഴരുതെന്ന് ഐശ്വര്യ പറയുന്നു. അശ്വതി പറയുന്നു, ഇവിടെ ഞാനാണല്ലോ പ്രശ്നം, അത് ഞാൻ അവസാനിപ്പിച്ചു തരാം എന്ന് പറഞ്ഞ് വീടിന്റെ അകത്തേക്ക് കയറി പോവുകയാണ് അശ്വതി. കരഞ്ഞുകൊണ്ട് മുറിയിലേക്ക് ഓടിക്കയറി. എല്ലാവരും പുറത്ത് ടെൻഷനോടെ നിൽക്കുന്നു. എന്നിട്ട് അശ്വതി മുകളിൽ ഫാനിലേക്ക് നോക്കുന്നു. എന്നിട്ട് അശ്വതിയുടെ ഒരു സാരി എടുക്കുകയാണ്. ചേറിൽ കയറി നിന്ന് ആ ഫാനിലേക്ക് ആ സാരി കുരുക്കിയിടുകയാണ് അശ്വതി. തന്റെ കഴുത്തിലേക്കും കിട്ടുന്നു. അരുൺ അവിടേക്ക് വന്നപ്പോൾ ഈ കാഴ്ചയാണ് കാണുന്നത്. പെട്ടെന്ന് ടെൻഷനോടെ അവിടേക്ക് വന്നിട്ട് അരുൺ ശ്യാമയും കൂടി അശ്വതിയെ തടയുന്നുണ്ട്. എങ്ങനെയെങ്കിലും അശ്വതിയെ താഴെയിറക്കാൻ ശ്രമിക്കുകയാണ് അരുൺ. രണ്ടുപേരെയും തള്ളി മാറ്റുന്നുണ്ട് അശ്വതി. ഒടുവിൽ അരുൺ അശ്വതിയെ എടുത്ത് താഴേക്ക് ഇറക്കി. എന്താ നീ കാണിക്കുന്നത് എന്ന് പറഞ്ഞ അശ്വതിയെ വഴക്ക് പറയുകയാണ് അരുൺ. എനിക്കിനി ജീവിക്കണ്ട, എനിക്ക് മരിച്ചാൽ മതി, ഞാനല്ലേ പ്രശ്നം, എല്ലാവർക്കും ഞാനല്ലേ പ്രശ്നം, ഞാൻ അങ്ങ് തീർന്നേക്കാം എന്നൊക്കെ അശ്വതി കരഞ്ഞുകൊണ്ട് പറയുന്നു. ഈ സമയം ഐശ്വര്യയും പുറത്തു നിന്നവരെല്ലാം അകത്തേക്ക് കയറി വന്നു. ശ്യാം അവരോട് പറയുന്നു, ഇനി എന്ത് കാണാനാ നിങ്ങളൊക്കെ ഇവിടെ നിൽക്കുന്നത്? അവർ തൂങ്ങി നിൽക്കുന്നത് കാണണോ? എങ്കിൽ അത് പറയും. പട്ടാപ്പകൽ ഒരുത്തൻ ബെഡ്റൂമില് എന്ന് ഒരാൾ പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു, ഓ സദാചാരം അല്ലേ. അരുൺ അശ്വതിയോട് പറയുന്നു, അബി നീ എന്താ അബി കാണിച്ചത്? ഞങ്ങൾ അയൽക്കാരാ, ഞങ്ങൾക്കിത് സഹിച്ചിരിക്കാൻ പറ്റില്ലെന്ന് മറ്റൊരാൾ പറയുന്നുണ്ട്. ശ്യാമ പറയുന്നു, ഈ നിൽക്കുന്നത് അവരുടെ ആരാണെന്നറിയോ?
ഇത് അശ്വതി ചേച്ചിയെ താലി കെട്ടിയ ആളാണെന്ന് ശ്യാമ പറയുന്നുണ്ട് അരുണിനെ ചൂണ്ടിക്കാട്ടിയിട്ട്. ദേഷ്യത്തോടെ ഐശ്വര്യം നിൽക്കുന്നു. അശ്വതി ചേച്ചിയുടെ കഴുത്തിൽ കിടക്കുന്നത് ഈ മനുഷ്യൻ കെട്ടിയ താലിയാണ്. ആ റൂമിൽ കിടന്നുറങ്ങുന്ന ശ്രീകുട്ടി ഈ നിൽക്കുന്ന ആളുടെയും അശ്വതി ചേച്ചിയുടെയും മകളാണ്. ഇനി പറയേ, അശ്വതിയെ അച്ഛനെ സ്വന്തം മകളെ കാണാൻ ഇവിടെ വരരുതോ? പറയേ എന്നൊക്കെ ശ്യാമ പറഞ്ഞപ്പോൾ ഐശ്വര്യ പറയുന്നു, കൊള്ളാം, അപ്പോ ഈ താലിയോ എന്റെ കഴുത്തിലുള്ള ഈ താലിയോ ഈ നിൽക്കുന്ന അരുൺ കെട്ടിയതാണെന്ന് ഐശ്വര്യ പറയുന്നു. നിലവിൽ ഈ ഭാര്യയും മോളും ഉള്ളപ്പോ എന്നെ ചതിച്ചതാണെന്നും ഐശ്വര്യ പറയുന്നു. അപ്പോ ഇവനെന്താ കല്യാണ വീരനോ? ഇവനെയൊക്കെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കണമെന്നൊക്കെ അവർ പറയുന്നു. ഐശ്വര്യ ഇത് കേട്ടിട്ട് പറയുകയാണ്, അതൊന്നും വേണ്ട, എന്റെ ഭർത്താവിനെ എനിക്ക് വേണം. നിങ്ങൾ എനിക്കൊരു ഉപകാരം ചെയ്യണം. ഇനി എന്റെ ഭർത്താവ് ഇവിടെ കാണാൻ വന്നാൽ ആ വിവരം എന്നെ ഒന്ന് അറിയിക്കണം. എന്റെ ഫോൺ നമ്പർ എല്ലാവർക്കും ഞാൻ തന്നേക്കാം. എന്നാൽ അവർ പറയുന്നു, ഇതൊരു നാട്ടു കേസാണ്, നമുക്ക് പോകാം. സ്ത്രീകളെ കല്യാണത്തിന് പേരിൽ വഞ്ചിക്കുന്ന ഇവനെ പോലെയുള്ളവരെ ചാട്ടവാറിൽ അടിക്കണം. വാ പോകാം. നിങ്ങളുടെ ഭർത്താവിനെ വേണമെങ്കിൽ വിളിച്ചോണ്ട് പോകണം. ഇനി ഇവിടെ കണ്ടാൽ കൈയും കാലം ഞങ്ങൾ തല്ലി ഒടിക്കുമെന്നൊക്കെ നാട്ടുകാർ ഐശ്വര്യയോട് പറയുന്നു. വലിയ ഉപകാരം ചേട്ടാ, ഞാൻ ഭർത്താവിനെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് പോകാമെന്ന് ഐശ്വര്യയും പറയുന്നു. അങ്ങനെ നാട്ടുകാരെല്ലാം അവിടെ നിന്ന് പോയി. ഐശ്വര്യയോട് അരുൺ പറയുന്നു, എടി നിനക്ക് തൃപ്തിയായല്ലോ? നാട്ടുകാരുടെ മുന്നിൽ വെച്ച് എന്നെ നാട്ടിച്ചപ്പോ നിനക്ക് സമാധാനമായില്ലേ? ഇറങ്ങിപ്പൊക്കോ, എന്റെ കൺമുന്നിന്ന് എവിടെയാണെന്ന് വെച്ച് ഇറങ്ങിപ്പൊക്കോ, ഇല്ലെങ്കിൽ നീ ഏതാ ചെയ്യാന്ന് എനിക്കറിയില്ല. എന്താ നീ പോകുന്നില്ലേ? ഐശ്വര്യ പറയുന്നു, ഞാൻ ഇവിടുന്ന് പോകുന്നെങ്കിൽ എന്റെ ഭർത്താവ് എന്നോടൊപ്പം വരും. ഇല്ലെങ്കിൽ ഈ വീട്ടിൽ 2 ഭാര്യയുമായിട്ട് അരുണിന് കഴിയാം. എടി നീ എന്താടി പറയുന്നത് എന്ന് പറഞ്ഞ് ഐശ്വര്യയുടെ മുടിക്ക് കുത്തിപ്പിടിക്കുകയാണ് അരുൺ. ശ്യാമ അരുണിനെ തടയുന്നു. എടി ഇറങ്ങിപ്പോകാൻ എന്നൊക്കെ ഐശ്വര്യ ഇവിടെ നിന്നും ഇറങ്ങിപ്പോകാൻ പറയുകയാണ് അരുൺ. എന്നെ കൊന്നോ, അങ്ങനെ എന്റെ ശല്യം തീർത്തോ, അല്ലാതെ അരുണില്ലാതെ ഞാൻ ഇവിടുന്ന് പോകില്ലെന്ന് ഐശ്വര്യ വാശി പിടിക്കുന്നുണ്ട്. അരുണേട്ടാ, ഞാൻ പറയുന്നു ഒന്ന് കേൾക്കണം. അരുണേട്ടൻ ഐശ്വര്യ എടുത്തിയോടൊപ്പം പോണോ എന്നൊക്കെ ശ്യാമ അരുണിനോട് പറഞ്ഞപ്പോൾ അരുൺ പറയുന്നു, ശ്യാമ എന്നെയും ഐശ്വര്യയും ഇത്രയും അപമാനിച്ചിട്ട് ശ്യാമ എന്താ ഈ പറയുന്നത്? എല്ലാം സത്യമാണ്. ഐശ്വര്യ എടുത്തിയുടെ പ്രവർത്തികൾ കുറെ കടന്നുപോയി. പക്ഷേ ശ്യാമ പറയുന്നു, ഏട്ടാ ഒരു നിമിഷം ഏട്ടൻ ഐശ്വര്യ എടുത്തിയുടെ പക്ഷത്ത് നിന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഐശ്വര്യ എടുത്തി പറയുന്നതിൽ സത്യമില്ലേ? ഈ കാര്യത്തിൽ ഐശ്വര്യ എടുത്തി എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? ഐശ്വര്യ ചേച്ചിയും കുഞ്ഞുമുള്ള സത്യം അറിയാതെയാണ് അരുണേട്ടൻ ഐശ്വര്യ ചേച്ചി വിവാഹം കഴിച്ചത്, അത് സത്യമാണ്. പക്ഷേ ഐശ്വര്യ എടുത്തി തെറ്റുകാരിയാണോ? അല്ലല്ലോ. അരുണേട്ടൻ അച്ഛനെയും അമ്മയും നമ്മുടെ കുടുംബത്തെയും കുറിച്ച് ഓർക്കണം. ആ അന്തസ് മാനിച്ച് ഇപ്പോൾ ഐശ്വര്യ എടുത്തപ്പോൾ അരുണേട്ടൻ പോണം. അതെ, ശ്യാമ പറഞ്ഞതാണ് ശരിയെന്ന് അശ്വതിയും പറയുന്നു. അരുൺ ഐശ്വര്യക്കൊപ്പം പോണം. ഞാനും എൻ്റെ മോളും നിങ്ങളുടെ ജീവിതത്തിന് ഒരു തടസ്സം ആയില്ല എന്ന് പറഞ്ഞ അശ്വതി പൊട്ടിക്കരയുന്നു. അരുണേട്ടാ പറയുന്നത് കേൾക്ക്, ഞാനല്ലേ പറയുന്നത് എന്ന് ശ്യാമ വീണ്ടും പറയുന്നുണ്ട്. ഏട്ടാ, ഞാൻ ഏട്ടന് ദോഷം വരുന്നത് എന്തെങ്കിലും ഇതുവരെ ചെയ്തിട്ടുണ്ടോ? പറ. ആ വിശ്വാസം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ പറയുന്നത് അരുണേട്ടനൊന്ന് കേൾക്കണം എന്നും ശ്യാമ പറയുന്നുണ്ട്. നിവൃത്തിയില്ലാതെ എന്ത് ചെയ്യണമെന്നറിയാതെ അരുണ സോഫയിലിരിക്കുന്നു. ഐശ്വര്യടുത്തി വാ, വന്ന് കാറി കയറ്. അരുണേട്ടന് ഒപ്പം വരുമെന്ന് ശ്യാമ ഐശ്വര്യയോട് പറയുന്നു. ശ്യാമയെ വാക്കാണോ എന്ന് ഐശ്വര്യ ശ്യാമയോട് ചോദിക്കുന്നു. അതെ, ഐശ്വര്യടുത്തി പോയി കാറി കയറുന്നു വീണ്ടും ശ്യാമ പറയുന്നു. രണ്ടുപേരെയും ഒന്ന് നോക്കിയിട്ട് ഐശ്വര്യ അവിടെ നിന്ന് കാറിലേക്ക് കയറാനായി പോകുന്നു. എന്നിട്ട് അരുണിനെ സമാധാനിപ്പിക്കുകയാണ് ശ്യാമ. ശ്യാമ എൻ്റെ അഭിരാമി എന്ന് അരുൺ പറഞ്ഞപ്പോൾ ആ ടെൻഷൻ അരുണേട്ടന് വേണ്ട. അശ്വതി ചേച്ചി ഇനി ആത്മഹത്യക്ക് ശ്രമിക്കില്ല, ശ്രീകുട്ടി ഒറ്റപ്പെടും. അശ്വതി ചേച്ചിക്ക് അത് നന്നായിട്ട് മനസ്സിലാകും. ഏട്ടാ വാ, വന്നേ എന്ന് പറഞ്ഞ് ശ്യാമ അരുണിനെ വിളിക്കുന്നു. സങ്കടത്തോടെ അരുൺ അശ്വതിയെ നോക്കിയപ്പോൾ അശ്വതി അവിടെ നിന്ന് പൊട്ടിക്കരയുകയാണ്. ശ്യാമ അരുണിനെ കൂട്ടി അവിടെ നിന്ന് പോകുന്നു. ഐശ്വര്യ കാറിലേക്ക് കയറാൻ പറയുന്നു. അങ്ങനെ ഐശ്വര്യ കാറിൽ കയറി അരുണിനെയും കാറിലേക്ക് കയറ്റുകയാണ് ശ്യാമ. ഏട്ടൻ ധൈര്യമായിട്ട് പൊക്കോ, അശ്വതി ചേച്ചി ഞാൻ നോക്കിക്കോളാമെന്നും ശ്യാമ വാക്ക് കൊടുക്കുന്നു. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.